അവൻ ആരെയും ഉപദ്രവിക്കാൻ വന്നതല്ല. അവനൊരു സർപ്രൈസ് ആയിട്ട്. ചെയ്യല്ലേ കേക്ക്. നീ എന്തിനാണ് വന്നേ? എന്താ നിന്റെ സർപ്രൈസ്? ഒരു കുടുംബം മുഴുവൻ ഒന്നിച്ച് ഹാളിൽ നിൽക്കുമ്പോ വീടിന് മുകളിലേക്ക് നീ അങ്ങനെ കയറിയത്? അത് ഞാൻ ബാൽക്കണി വഴി. ഇവനെ തല്ലുന്നതിന് മുമ്പ് എന്താന്നുള്ള സത്യം വേറെയോടാ ചോദിക്കേണ്ടത്. വേണ്ട, പറയടി. ഇവനെന്തോ സർപ്രൈസിന്റെ കാര്യം പറയുന്നുണ്ടല്ലോ, അതെന്താ? എന്താ ഏട്ടാ, ഇവിടെ എത്തിയിട്ട് അവൻ എന്നെ വിളിക്കുന്ന ക്ലാസ്സിൽ എല്ലാരും കൂടി ഒരു സർപ്രൈസ് ഒപ്പിച്ചിട്ടുണ്ടെന്ന്. അതിനു വേണ്ടിയാ മുകളിലോട്ട് വരാൻ പറഞ്ഞത്. അതിനു വേണ്ടിയാ അവൻ വന്നത്. നിനക്കൊരു കുടുംബമില്ലേ? അനുജത്തിയോ ചേച്ചിയോ ഉണ്ടോടാ നിനക്ക്? അനിയത്തിയുണ്ട്. അവളുടെ മുറിയില് ഇതുപോലൊരുത്തം വന്ന് കേറിയിട്ട് സർപ്രൈസ് ആണെന്ന് പറഞ്ഞാ നീയും നിന്റെ കുടുംബമൊക്കെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കൂ? പുതിയ കാലത്തെ ബഹുമാനിക്കാത്തവരല്ല ഞങ്ങളാരും. പക്ഷേ അതിന്റെ പേരിൽ നിങ്ങൾ ഈ കാണിച്ചു കൂട്ടുന്ന പേക്കൂത്തുകളുണ്ടല്ലോ, അത് ഓരോ കുടുംബത്തിന്റെ നെഞ്ചത്ത് ആണിയടിക്കുന്നത്. ഈ കൂടി നിൽക്കുന്നവരോട് ഞാനും എന്റെ കുടുംബം എന്താടാ പറയണ്ടേ? അത് എല്ലാരോടും ഞാൻ സോറി പറയാം. സൂര്യ വേണ്ടടാ. ഇനി നീ സോറി പറഞ്ഞാലേ ഈ കുടുംബത്തിന് നഷ്ടപ്പെട്ട മാനം തിരിച്ചു കിട്ടൂടാ. കിട്ടുമോ? എന്റെ അനുജത്തിന്റെ അഭിമാനം തിരിച്ചു കിട്ടുമോ? ഇറങ്ങി പോടാ. ഇറങ്ങി പോടാ. പോവാൻ പത്മ, കാര്യം അങ്ങ് ഭംഗിയായിട്ട് പരിഹരിച്ചു അല്ലേ? എന്താ പത്മയ്ക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ലേ? ഞാൻ എന്റെ മകന് വേണ്ടി നിങ്ങളുടെ മകളെ പെണ്ണ് കാണാനാ വന്നേ. അവളുടെ അടച്ചിട്ട ബെഡ്റൂമിൽ നിന്നാ ഒരുത്തനെ നിങ്ങൾ പുറത്താക്കിയത്. ഏത് നിമിഷവും പത്മ വാതോരാതെ പറയുമായിരുന്നല്ലോ കുടുംബത്തിന്റെ അഭിമാനത്തെക്കുറിച്ചും അന്തസ്സിനെ-കുറിച്ചും. ഇപ്പൊ എവിടെ പോയി അന്തസ്? എന്തായാലും ഇന്ന് വന്നതും ഇത് കണ്ടതും നന്നായി. അല്ലെങ്കിൽ നാളെ എന്റെ മകനെയും വിവാഹം കഴിച്ച് വീട്ടിലേക്ക് വന്നാല് അവിടെയും കേറി നിരങ്ങുമായിരുന്നില്ലേ ഇതുപോലുള്ള സർപ്രൈസ് തരാൻ? വാടാ, ഇറങ്ങ്. എന്റെ അമ്മയുടെ മുഖത്ത് നോക്കി ഇത്രയൊക്കെ വിളിച്ചു പറഞ്ഞപ്പോ എന്തോ മഹാകാര്യം സാധിച്ച പോലെയാ നിങ്ങളിപ്പോ ഇറങ്ങി പോകുന്നത് അല്ലേ? ഇതേ നിങ്ങളുടെ വീട്ടിലും സംഭവിക്കാം. നിങ്ങളുടെ മകളുടെ ക്ലാസ്മേറ്റ് ഇതേ കുസൃതി ഒപ്പിക്കാം. അത് നിങ്ങളുടെ നേരെ ആരെങ്കിലും വിരൽ ചൂണ്ടി ഇതേ ചോദ്യം ചോദിക്കുമ്പോഴേ ആ നിൽക്കുന്ന സ്ത്രീയുടെ വിഷമം നിങ്ങൾക്ക് മനസ്സിലാവൂ. നിങ്ങളുടെ മകന്റെ വിവാഹാലോചന നഷ്ടപ്പെട്ടുകൊണ്ട് എന്റെ അനിയത്തിക്ക് ഒന്നും സംഭവിക്കില്ല. പക്ഷെ ഇന്ന് ഇവിടെ നടന്നതിന് സാക്ഷി ആയതുകൊണ്ട് മാത്രം ഈ കുടുംബത്തിനെ അപമാനിക്കുന്ന രീതിയിൽ എന്തെങ്കിലും ആരോടെങ്കിലും പറഞ്ഞു എന്ന് ഞാൻ അറിഞ്ഞാൽ ഞാൻ അവിടെ നിങ്ങളുടെ വീട്ടിൽ വന്ന് നിങ്ങളെ കാണും. ചെല്ല്. എന്താടാ നോക്കി നിൽക്കുന്നേ? വാടാ.